സ്കൂളുകൾ തുറക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികൾ വളരെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ഈ ഒരു അധ്യയന വർഷം എങ്ങനെ നന്നായി പഠിക്കാമെന്നും നമ്മുടെ റിസൾട്ടുകൾ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നുള്ളതും നമുക്ക് നോക്കാം. നമസ്കാരം, എൻ്റെ പേര് എസ്തർ. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പഠന രീതികൾ എങ്ങനെ മെച്ചപ്പെടുത്താം, എങ്ങനെ നന്നായി പഠിക്കാം, നല്ല റിസൾട്ടുകൾ എങ്ങനെ കാണാം എന്നുള്ളതാണ്. പലപ്പോഴും കുട്ടികൾ പഠിക്കാത്തതിൻ്റെ ഒരു കാരണം അവർക്ക് ലഭിക്കുന്ന റിസൾട്ടുകൾ അവരുടെ എക്സ്പെക്റ്റേഷൻസിൽ നിന്ന് കുറവാകുമ്പോൾ അവർക്കുണ്ടാകുന്ന മോട്ടിവേഷൻ കുറവാണ്. അങ്ങനെയാണെങ്കിൽ പഠന രീതികൾ വരുത്തുന്ന വ്യത്യാസം അവരുടെ റിസൾട്ടുകളെ വളരെയധികം മെച്ചപ്പെടുത്തും. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു വട്ടം ചെയ്താലോ ഒരു ദിവസം ചെയ്താലോ അതിൻ്റെ റിസൾട്ടുകൾ കാണുന്നതല്ല. കണ്ടിന്യൂസ് ആയിട്ടൊരു ഹാബിറ്റ് പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ടുകൾ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ പറയുന്ന കുറച്ച് ടിപ്സ് നിങ്ങൾ ഈ അധ്യയന വർഷം തൊട്ട് നിങ്ങളുടെ പഠന രീതികളിലാക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ റിസൾട്ടിനെ വളരെയധികം മെച്ചപ്പെടുത്തും. ആദ്യമായി മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കുട്ടികൾക്ക് പഠിക്കാനൊരു എൻവയോൺമെൻറ്റ് നമ്മൾ സൃഷ്ടിക്കുന്നുണ്ടോ. അവർക്കൊരു സ്റ്റഡി ടേബിൾ, അല്ലെങ്കിൽ അവരിയ്ക്കാനൊരു സ്ഥലം, അവരുടെ പുസ്തകങ്ങൾ മറ്റും വെക്കാനൊരു സ്ഥലം, അങ്ങനെ നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ടോ. പലപ്പോഴും കുട്ടികൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഇരുന്ന് പഠിക്കുമ്പോൾ അത് അവരുടെ വളരെയധികം ഡിസ്ട്രാക്ഷൻസിലേക്ക് കൊണ്ടുപോകും. ടി വിയുടെ മുൻപിൽ ഇരുന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ ബെഡിൽ കിടന്ന് പഠിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് നന്നായി പഠിക്കാൻ സാധിക്കുകയില്ല. മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ സ്റ്റഡി ടൈം അവർക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ളത്. സ്റ്റഡി ടൈമിൽ മറ്റൊരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ എല്ലാവരും സഹകരിച്ച് ടി വിയോ മറ്റോ ഒന്നും ഇല്ലാതെ തന്നെ അവർക്ക് വേണ്ടി പഠനത്തിനൊരു സ്വാതന്ത്ര്യം നമ്മൾ അവർക്ക് നൽകേണ്ടതാണ്. എല്ലാ ദിവസവും ഒരു സ്റ്റഡി ടൈം വെക്കുന്നത് അവർ പഠന രീതിയിൽ ഒരു വ്യത്യാസം വരുത്തുന്നതാണ്. 6 മണി മുതൽ 8 മണി വരെ, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നവരാണെങ്കിൽ രാവിലത്തെ ഒരു ടൈം എല്ലാ ദിവസവും സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നന്നായി പഠിക്കാനും ആ സമയം പഠനത്തിന് വേണ്ടി മാത്രം വെക്കുവാൻ വേണ്ടി കുട്ടികൾക്ക് സാധിക്കും. രണ്ടാമതായി മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പല കുട്ടികൾക്കും പല രീതിയിലുള്ള ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയാണ്. അവർ പഠിക്കുന്ന രീതികളിലും അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതിലും പല വ്യത്യാസങ്ങളും ഉണ്ടാകും. മറ്റുള്ള ഒരാളുമായി കമ്പയർ ചെയ്യാതെ നിങ്ങളുടെ കുട്ടികളുടെ കപ്പാസിറ്റി എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കി മാത്രം അവർക്ക് പഠനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിനു വേണ്ടിയുള്ള എൻകറേജ്മെൻറ്റും അതിനു വേണ്ടിയുള്ള അവസരങ്ങളും കൊടുക്കുക. കുട്ടികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവർ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് പിന്നീട് വീട്ടിൽ വന്ന് വായിക്കുകയും അതിൻ്റെ ഹോംവർക്ക് ചെയ്യുകയും ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുകയും ചെയ്താൽ അത് പെട്ടെന്ന് തന്നെ അവർ ഓർമ്മശക്തിയിലിരിക്കുകയും ചെയ്യും. കാരണം നമ്മളൊരു കേട്ട ഒരു കാര്യം, ആരെങ്കിലും നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യം പിന്നീട് നമ്മൾ പഠിക്കുമ്പോൾ അത് വളരെ എളുപ്പമായി നമുക്ക് പഠിക്കുവാൻ സാധിക്കും. അത് മനസ്സിലാക്കുവാൻ അത് വളരെ എളുപ്പമാകും. പക്ഷെ കുട്ടികൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, ക്ലാസ്സിൽ അവർ ശ്രദ്ധിക്കാതെ എക്സാമിന് തലേ ദിവസം മൊത്തം വായിച്ചെടുക്കാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ അതവർക്ക് ഒരിക്കലും എക്സാമിന് എഴുതാനോ പിന്നീട് അത് ഓർത്തെടുക്കാനോ സാധിക്കുകയില്ല. അപ്പോൾ ആദ്യമായി കുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വളരെ നന്നായി തന്നെ ക്ലാസ്സുകളിൽ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ, ടീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പഠനം കുറച്ചുകൂടി എളുപ്പമാകാൻ നമുക്ക് സാധിക്കും. അടുത്തതായി പലപ്പോഴും കുട്ടികൾ കാണുന്ന ഒരു കാര്യമാണ്, കുട്ടികൾ പറയും എക്സാമിന് എഴുതാൻ വേണ്ടി ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നുള്ളത്. പലപ്പോഴും ഇതിൻ്റെ ഒരു കാര്യമായി വരുന്നത് കുട്ടികൾ പഠിക്കുക എന്നുദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗം വായിച്ചു വിടുക എന്ന് മാത്രമേ ഉള്ളൂ. വായിക്കുന്നത് കൊണ്ട് നമ്മുടെ മെമ്മറിയിലേക്ക് അത് പോകുന്നില്ല. നമ്മളൊരു കാര്യം പഠിക്കുക എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമ്മൾക്കതിനെ പഠിച്ചെടുക്കാൻ സാധിക്കും. കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈൽസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ചില കുട്ടികൾ വായിച്ചു പഠിക്കുന്നവരായിരിക്കും, അതായത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നവരായിരിക്കും. ചിലരാണെങ്കിൽ എഴുതി പഠിക്കുന്നവരായിരിക്കും. ചിലർ കണ്ടു പഠിക്കുന്നവരായിരിക്കും. ഈ ഒരു ടെക്നോളജിക്കൽ ഏജിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. യൂട്യൂബ് വീഡിയോസ് കണ്ടാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ കേട്ട് പഠിക്കാനാണെങ്കിലും, എഴുതി പഠിക്കാനാണെങ്കിലും പല കുട്ടികൾക്കും പല രീതിയിലാണ് അവരുടെ ലേണിംഗ് സ്റ്റൈൽസ് ഉള്ളത്. അതെന്താണ് എന്ന് മനസ്സിലാക്കി മാത്രമേ കുട്ടികൾ ആ ഒരു രീതിയിൽ പഠിക്കാൻ ശ്രമിക്കാവൂ. നിങ്ങൾക്ക് വായിച്ചാണ് പഠിക്കാൻ കഴിയുന്നതെങ്കിൽ അങ്ങനെ ശ്രമിക്കാം. വായിച്ചിട്ട് ഒന്നുകൂടി എഴുതി പഠിക്കാനാണെങ്കിൽ അത് കുറച്ചുകൂടെ നിങ്ങളുടെ ഓർമ്മശക്തിയിലിരിക്കും. വായിക്കുന്നത് കൊണ്ട് മാത്രമല്ല പഠനമാകുന്നതും, അതൊന്നുകൂടെ റിഹേഴ്സ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. റിഹേഴ്സ് ചെയ്യുക എന്നുദ്ദേശിക്കുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ എത്രമാത്രം നമ്മുടെ മനസ്സിൽ അത് ഓർമ്മയിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ വായിച്ച ഒരു ഭാഗം ആ പുസ്തകം അടച്ചു വെച്ച് ഒന്നുകൂടി നമ്മൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കുമ്പോൾ എത്രമാത്രം നമ്മുടെ മനസ്സിൽ അത് ഓർമ്മയിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓർമ്മയിലിരിക്കാത്ത കാര്യങ്ങൾ ഒന്നുകൂടെ വായിക്കാനും ഒന്നുകൂടെ പഠിക്കാനും വേണ്ടി നമുക്ക് സാധിക്കും.
അപ്പോൾ റിഹേഴ്സലാണ് റീഡിങ്ങിനെക്കാട്ടിൽ ബെറ്റർ ആയിട്ടുള്ളത്. പിന്നീട് പലപ്പോഴും കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ പിന്നെ അവർ എക്സാമിൻ്റെ ദിവസം മാത്രമേ നോക്കത്തുള്ളൂ. മറവി എന്നുള്ളത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു കാര്യമായി എപ്പോഴും അതുമായിട്ട് ബന്ധമില്ലെങ്കിൽ ആ ഒരു കാര്യം പെട്ടെന്ന് മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. എർനൻ ഹെബിങ്കോസ് എന്ന് പറഞ്ഞ വ്യക്തി താൻ ചെയ്തൊരു എക്സ്പെരിമെൻറ്റ് മെമ്മറിയിലും അതുപോലെ തന്നെ മറവിയിലുമായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഫൊർഗെറ്റിംഗ് കർവ് എന്നുള്ളത്. എന്നുദ്ദേശിക്കുന്നത് നമ്മൾ പഠിക്കുന്നൊരു കാര്യം, ആ കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ മറന്നു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ദിവസങ്ങൾ മാറും തോറും നമ്മൾ ആ പഠിച്ച മെറ്റീരിയൽ എന്താണോ അത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകും. അത് മാറാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിനെ നമ്മൾ ആക്റ്റീവായിട്ട് റീകോൾ ചെയ്യുക. എന്നുദ്ദേശിക്കുന്നത് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എക്സാമിന് തലേന്ന് മാത്രം നോക്കാതെ അത് എല്ലാ ദിവസവും പഠിക്കുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ് അതിനെ ഒന്ന് റീകോൾ ചെയ്യാൻ, അതൊന്ന് ഓർമ്മയിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. ആക്റ്റീവ് റീകോൾ എന്നുള്ളത് നമ്മൾ പഠിച്ച ഒരു കാര്യം അതൊന്നുകൂടെ ഓർമ്മയിൽ നിന്ന് നമ്മൾ എടുത്ത് പറയുമ്പോഴാണ് അതിനെ റീകോളായി മാറുന്നത്. ഇന്ന് പഠിച്ച കാര്യം നാളത്തെ ദിവസം പഠിക്കുന്നതിന് മുന്നേ അല്പസമയം ആ ഒരു ഭാഗത്തിന് വേണ്ടി മാറ്റിവെച്ച് എത്രമാത്രം നമുക്കത് ഓർമ്മയിലിരിക്കുന്നു എന്ന് നോക്കാം. ഓർമ്മയിലിരിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ അതൊന്നുകൂടെ വായിച്ച് പഠിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഓർത്തെടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് 3R മെത്തേഡ് എന്നുള്ളത്. 3R മെത്തേഡ് എന്നുള്ളത് റിട്രീവൽ, അതായത് ഓർത്തെടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റീഡ്, റിസൈറ്റ്, റിവ്യൂ. അതായത് നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ നമ്മളതൊന്നുകൂടെ റിസൈറ്റ് ചെയ്യുന്നു, അതായത് നമ്മൾ ഒന്നുകൂടെ പറഞ്ഞു നോക്കുന്നു. ഈ പറഞ്ഞു നോക്കിയ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ റിവ്യൂ ചെയ്ത് നോക്കുന്നു. അതായത് നമ്മൾ ഒന്നുകൂടെ നമ്മുടെ മനസ്സിൽ കൂടെ അത് കടന്നു പോവുകയാണ്, നമ്മളിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്കത് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. അതെയാണ് 3R മെത്തേഡ് എന്നുദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് കുട്ടികൾ പറയുന്നത്, ഞാൻ എക്സാമിന് ഞാൻ പഠിച്ചതാണ് പക്ഷേ എൻ്റെ മനസ്സിൽ അതൊന്നും ഓർമ്മയിലില്ല എന്നുള്ളത്. കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മാസ്സായിട്ട് പഠിക്കുക. അതായത് എക്സാമിന് തലേദിവസം ഇരുന്ന എത്ര ലെസൺസ് ഉണ്ടോ അതെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് പഠിക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കുട്ടികളുടെ ഓർമ്മയിൽ അത് നിൽക്കുകയില്ല. കാരണം അവർ ബ്രേക്ക് ഒന്നും എടുക്കാതെ തന്നെ പെട്ടെന്നെല്ലാം അവരുടെ തലയിലേക്ക് കയറ്റുവാൻ ശ്രമിക്കുകയാണ്. അത് ചെയ്യുന്നതിന് പകരം അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് സ്പേസ്ഡ് ലേണിംഗ് എന്നുള്ളത്. സ്പേസ് ലേണിംഗ് എന്നുദ്ദേശിക്കുന്നത് അവർ പഠിക്കുന്ന ഭാഗങ്ങളെ വളരെ ഷോർട്ട് ടൈമിലേക്ക് മാത്രം പഠിച്ച് ഇടയ്ക്കിടയ്ക്ക് സ്റ്റഡി ബ്രേക്സ് എടുത്ത് പഠിക്കുന്നതിനെയാണ് സ്പേസ്ഡ് ലേണിംഗ് അല്ലെങ്കിൽ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് വളരെ ഫേമസ് ആയിട്ടുള്ള ടെക്നീക്കാണ്, നമ്മളെല്ലാം കേട്ടിട്ടുള്ള ടെക്നീക്കാണ് പൊമോഡോറോ ടെക്നീക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ നമ്മൾ ഏതാണോ എന്ന് നോക്കി വെച്ച് നമ്മൾ അതിനൊരു ടൈം നമ്മൾ ഫിക്സ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കുട്ടിക്ക് 25 മിനിറ്റ് പഠിക്കും എന്നുള്ള ഒരു ടൈം ഫിക്സ് ചെയ്താൽ അതിനുശേഷം ഒരു 5 മിനിറ്റ് അവർ റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം അവർ അടുത്ത 25 മിനിറ്റ് പഠിക്കും. ഈ ഒരു 25 മിനിറ്റ് വേറൊരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെയാണ് അവർ ആ ഭാഗം പഠിക്കുന്നത്. അങ്ങനെ പഠിക്കുമ്പോൾ ഈ ഷോർട്ട് ബ്രേക്സ് അവരെ ഒരിക്കലും അത് ടയേർഡ് ആക്കുന്നുമില്ല, പക്ഷെ അവർ പഠിക്കുന്ന കാര്യങ്ങൾ നന്നായി വായിച്ചെടുക്കാനും നന്നായി പഠിക്കാനും അവർക്ക് സാധിക്കും. അങ്ങനൊരു ടെക്നീക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ നേരത്തേക്ക് നമ്മൾ ഒട്ടും ടയേർഡ് ആകാതെ തന്നെ കുറേ നേരത്തേക്ക് അവർക്ക് പഠിക്കാൻ സാധിക്കും. പക്ഷെ മാസ് ലേണിംഗ് ചെയ്യുവാണെങ്കിൽ അവർ വളരെ പെട്ടെന്ന് ടയേർഡ് ആകുകയും ഈ പഠിക്കുന്ന കാര്യങ്ങളൊന്നും അവരുടെ ഓർമ്മയിൽ ഇരിക്കാതെ ഒരു അവസ്ഥയും വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് 2 രീതിയിൽ ഒരു കാര്യത്തെ പഠിക്കാം. അതായത് റിഹേഴ്സ് ചെയ്യുമ്പോൾ അവർ പഠിച്ച ഒരു കാര്യത്തെ അതവർ പറഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നുകൂടെ റിസൈറ്റ് ചെയ്യുമ്പോൾ 2 രീതിയിൽ അതവർക്ക് ചെയ്യാം. ഒന്ന് മെയിൻ്റനൻസ് റിഹേഴ്സലും മറ്റേത് എലാബറേറ്റീവ് റിഹേഴ്സലും. മെയിൻ്റനൻസ് റിഹേഴ്സൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കാര്യം വായിച്ചിട്ട് അത് പിന്നെയും പറഞ്ഞു നോക്കുന്നതിനെയാണ് മെയിൻ്റനൻസ് റിഹേഴ്സൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ബൈ ഹാർട്ട് പഠിക്കുന്നതിനെയാണ് മെയിൻ്റനൻസ് റിഹേഴ്സൽ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു പാരഗ്രാഫ് വായിച്ചു, അതിനെ പിന്നെയും വായിച്ച് അത് നമ്മൾ മനഃപ്പാഠമാക്കുന്നു, അതാണ് മെയിൻ്റനൻസ് റിഹേഴ്സൽ. എലാബറേറ്റീവ് റിഹേഴ്സൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പഠനഭാഗം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഒരു കാര്യത്തിനെ പഠിക്കുന്നതിനെയാണ് എലാബറേറ്റീവ് റിഹേഴ്സൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഒരു സെൻറ്റൻസസ് അതുപോലെ തന്നെ കാണാപ്പാഠം പഠിക്കുകയല്ല, പക്ഷെ അതിന് പകരം അതിൻ്റെ അർത്ഥം എന്താണോ ആ അർത്ഥം മാത്രം നമ്മൾ ഓർമ്മയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. പലപ്പോഴും മെയിൻ്റനൻസ് റിഹേഴ്സൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാണാപ്പാഠം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, കുട്ടി ഒരു വേർഡ് മറന്നുപോയാൽ, ഒരു വാക്ക് മറന്നുപോയാൽ പിന്നെ ബാക്കി ആ സെൻറ്റൻസസ് ഒന്നും ഓർക്കാത്തൊരവസ്ഥ വരും. പലപ്പോഴും കുട്ടികൾ പറയും ഒരു വാക്ക് കിട്ടിയാൽ ബാക്കിയെല്ലാം എഴുതാൻ സാധിക്കുമെന്നുള്ളത്. അങ്ങനെ അവർ മറന്നു പോകാതിരിക്കാൻ വേണ്ടി അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അതിൻ്റെ അർത്ഥം എന്താണോ ആ അർത്ഥത്തിൻ്റെ ഒരു സമ്മറി മാത്രം അവർ പഠിച്ചു വെക്കുകയാണെങ്കിൽ അവരുടെ ഓൺ വേർഡ്സിൽ അവരുടെ സ്വന്തം വാക്കിൽ അവർക്കത് എക്സാമിന് വേണ്ടി എഴുതാൻ സാധിക്കും. വളരെ ഫേമസ് ആയ മറ്റൊരു ടെക്നീക്കാണ് ഫേമൻ ടെക്നീക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്.
നമ്മൾ പലപ്പോഴും ചെയ്ത ഒരു ടെക്നീക്കാണ് ഫെയ്മൻ ടെക്നീക്ക്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ചെയ്യുന്ന ഒരു ടെക്നീക്കാണ്. അതായത് നമ്മൾ പലപ്പോഴും ടീച്ചേഴ്സായിട്ട് കളിക്കാറുണ്ട്. അതായത് നമ്മൾ പഠിച്ചൊരു കാര്യം ഇമാജിനറി ആയിട്ടുള്ള സ്റ്റുഡൻസിനെ നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് പറ്റുന്നൊരു കാര്യമാണ് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെ നമ്മൾ ഒന്നുകൂടെ അത് റിഹേഴ്സ് ചെയ്യുകയാണ്. നമ്മൾക്ക് മനസ്സിലായതുപോലെയാണ് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഈ ഒരു ടെക്നീക്കിനെയാണ് ആക്ച്വലി ഫെയ്മൻ ടെക്നീക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഭാഗം പഠിക്കുന്നു, ആ ഭാഗം പഠിച്ചതിന് ശേഷം നമ്മൾ മറ്റൊരാളെ പഠിപ്പിക്കുന്നതായി നമ്മളത് പറയുന്നു. യൂഷ്വലി അത് നമ്മളെക്കായിട്ട് വളരെ പ്രായം കുറവ് ആയിട്ടുള്ളൊരു വ്യക്തിയെ പഠിപ്പിക്കുന്ന രീതിയിലാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം എന്നുള്ളതാണ് ഫെയ്മൻ ടെക്നിക്കിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു കുറച്ച് പ്രായമായ കുട്ടികൾ അവർ പഠിച്ചൊരു ഭാഗം, സയൻസ് ആകട്ടെ, സയൻസിലെ പല വിഷയങ്ങളാകട്ടെ, അവർ പഠിച്ച ഒരു കാര്യത്തെ അവർ എത്ര സിംപ്ലിഫൈഡ് ആയിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാം. അങ്ങനെ ശ്രമിക്കുമ്പോൾ അവർ പഠിച്ചത് എത്രമാത്രം അവരുടെ ഓർമ്മയിൽ ഇരിക്കുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അവർ പഠിച്ചത് അവർക്ക് നന്നായി പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ ഒരു കാര്യത്തെ ഒന്നുകൂടെ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതായത് ഒരു ഭാഗം പഠിച്ചു, അത് വായിച്ചെടുത്തു, അത് പഠിച്ച് ഒരു സിംപ്ലിഫൈഡ് വേർഷനായിട്ട് നമ്മൾ മറ്റൊരാൾക്ക് പറയുന്നത് പോലെ പറയുമ്പോൾ നമുക്ക് തന്നെ എവിടൊക്കെ ഭാഗങ്ങളിലാണ് എനിക്ക് ഓർമ്മ കിട്ടാത്തത് എന്ന് മനസ്സിലാകും. ആ ഭാഗങ്ങൾ നമ്മൾ ഒന്നുകൂടെ വായിക്കുമ്പോൾ അത് നമ്മുടെ ഓർമ്മശക്തിയിലേക്ക് ഇരിക്കാൻ വളരെയധികം സഹായമാകും. ഈ ഒരു അഡ്വാൻസ്ഡ് കാലഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ടൂൾസ് ഉണ്ട്, നമ്മുടെ AI ടൂൾസ് എന്ന് പറയുന്നത്. അതായത് ChatGPT പോലെയുള്ള AI ടൂൾസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ പഠനരീതി കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ സാധിക്കും. എങ്ങനെയെന്ന് ഉദ്ദേശിച്ചാൽ നമ്മുടെ കുട്ടികൾ പഠിച്ചൊരു ഭാഗം അവർക്കതിൻ്റെ ടെസ്റ്റ് പേപ്പേഴ്സോ അവരുടെ എക്സാമിനേഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ 1 വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടോ ഒക്കെ നമുക്ക് ChatGPTയോടും മറ്റ് AI ടൂൾസിനോടും ചോദിച്ചാൽ പെട്ടെന്ന് ആ ഭാഗങ്ങളിൽ നിന്നുള്ള MCQs ലഭിക്കുകയും അതിനെ അവർക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ടെസ്റ്റുകളോ അല്ലെങ്കിൽ എക്സാംസ് ഒക്കെ നടത്തുമ്പോൾ എത്രമാത്രം അറിവ് അല്ലെങ്കിൽ എത്രമാത്രം ഓർമ്മയിൽ നമുക്ക് നിൽക്കുന്നു എന്നുള്ളത് ആ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു AI ടൂൾസിനെയൊക്കെ ഉപയോഗം നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് മൈൻഡ് മാപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. മൈൻഡ് മാപ്പ് എന്നുദ്ദേശിക്കുന്നത് ഇവർ പഠിച്ച ഒരു കാര്യത്തിനെ വളരെ കണ്ടൻസ്ഡ് രൂപത്തിൽ ഒരു പേപ്പറിൽ അവർ ആക്കുന്നതിനാണ്. അത് ഡയഗ്രാം രൂപത്തിൽ, അതായത് എഴുതി വെക്കാതെ ഒരു ഫുൾ പാരഗ്രാഫ് എന്നുള്ള രീതിയിൽ എഴുതാതെ വളരെ കണ്ടൻസ് രൂപത്തിൽ ഡയഗ്രാം രൂപത്തിലും ഒക്കെ അവർ ആ പേപ്പറിൽ അത് ആക്കുന്നതിനെയാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ മൈൻഡ് മാപ്പ് ചെയ്യുന്നതിലൂടെ എത്രമാത്രം പോയിന്റ്സ് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം പോയിന്റ്സ് ഇതിൽ നമുക്ക് എക്സാമിന് എഴുതാം, അതിനെ എങ്ങനെ എലാബറേറ്റ് ചെയ്യാം, ഇതെല്ലാം കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഭാഗം പഠിച്ചതിന് ശേഷം അത് മൈൻഡ് മാപ്പ് അല്ലെങ്കിൽ ആ മൈൻഡ് മാപ്പ് ഡയഗ്രമായി ഒരു പേപ്പറിലാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓർമ്മയിലിരിക്കാനും അത് നന്നായി പഠിക്കാനും നല്ല രീതിയിൽ എക്സാമിന് എഴുതാനും സാധിക്കും. കുട്ടികൾക്ക് പിന്നീട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നിമോണിക്സ് എന്നുദ്ദേശിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ആക്രോണിംസ് എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ റെയിൻബോയിലെ കളേഴ്സിനെ നമ്മൾ വിബ്ജിയോർ എന്ന് പറയും. അതായത് ആ കളേഴ്സിൻ്റെ എല്ലാത്തിനെയും ഫസ്റ്റ് ലെറ്റേഴ്സിനെ നമ്മളെടുത്ത് നമ്മൾ അതിനെ ഒരു വേർഡാക്കി, ഒരു ആക്രോണിം ആക്കി, ഒരു ചെറിയ ഒരു വാക്കാക്കുന്നതിനെയാണ് ആക്രോണിം എന്ന് പറയുന്നത്. ഈ ആക്രോണിംസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണോ ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് ഏതൊക്കെയാണ്, അതിലെന്തൊക്കെ വരും എന്നുള്ളത് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകാതിരിക്കാനും അത് നമ്മളെ സഹായിക്കുന്നതാണ്. പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മൾ ചുറ്റുമുള്ള, ഇപ്പോൾ നമ്മുടെ റൂമിലുള്ള ചുറ്റുമുള്ള ഫേർണിച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഓരോ കാര്യമായി അസോസിയേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. അതായത് ചിലപ്പോൾ നിങ്ങളുടെ കബോർഡിനെ നിങ്ങളൊരു പ്ലാനറ്റായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡിനെ നിങ്ങൾ വേറൊരു ഒബ്ജക്റ്റായിട്ടോ നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് പഠിക്കാനും അത് ഓർമ്മയിലിരിക്കാനും, നിങ്ങൾ ആ റൂമിൽ കൂടെ നടന്ന് പഠിക്കുവാണെങ്കിൽ ആ ഓരോ ഫേർണിച്ചറിനെയും മനസ്സിൽ കൊണ്ടുവന്ന് ആ ഓരോ ഒബ്ജക്റ്റിലെ ഓരോ കാര്യത്തെ മനസ്സിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് നമുക്കത് അസോസിയേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇത് മാത്രമല്ല പല രീതിയിലുള്ള മെമ്മറി ടെക്നിക്സും ലേണിംഗ് സ്റ്റൈൽസും നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ കുട്ടികൾക്ക് ഏതാണോ ഏറ്റവും മികച്ചതായി ചെയ്യാൻ പറ്റുന്നത് അത് അവരോട് പറഞ്ഞു കൊടുക്കുകയും അത് അവർ മനസ്സിലാക്കുകയും കുട്ടികൾ തന്നെത്താനെ എങ്ങനെ പഠിക്കാം എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്താൽ അവർക്ക് വളരെ നല്ലൊരു റിസൾട്ട് ലഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വട്ടം ഇത് ചെയ്തതുകൊണ്ടോ ഒരു ദിവസം ഇത് ചെയ്തതുകൊണ്ടോ അവർക്ക് റിസൾട്ട് ലഭിക്കുകയില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഈ അധ്യയന വർഷം തുടങ്ങുന്ന ദിവസം തൊട്ട് തന്നെ അവർ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഒരു വ്യത്യാസമായ റിസൾട്ട് അവർക്ക് ലഭിക്കും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടികളുടെ റിസൾട്ടിൽ വളരെ നന്നായി ഈ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ലാസ്റ്റ് മിനിറ്റിലേക്ക് എല്ലാം മാറ്റി വെക്കാതെ അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നത് തന്നെ പഠിച്ചു പോയാൽ നമ്മുടെ ബുദ്ധിയിലേക്ക്, നമ്മുടെ ഓർമ്മശക്തിയിലേക്ക് അത് നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കാനും അത് ഓർമ്മയിൽ
നമ്മിൽ നിന്ന് പെട്ടെന്ന് റിട്രീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇതൊക്കെ നമ്മുടെ മെമ്മറിനെയും നമ്മുടെ പഠന രീതികളൊക്കെ മെച്ചപ്പെടുത്തുന്നതാണെങ്കിലും മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്ന പോലെ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. ദ ഫിയർ ഓഫ് ദ ലോർഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. മാതാപിതാക്കൾക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അവർ പഠിക്കുന്നതിന് മുന്നേ അല്പസമയം പ്രാർത്ഥനയിലും അല്പസമയം വചനം വായിക്കാനും അല്ലെങ്കിൽ ഒരു വാക്യം പഠിക്കാനും വേണ്ടി അവർ സമയം കണ്ടെത്തുകയാണെങ്കിൽ അത് വളരെയധികം അവരെ സഹായിക്കും. അവരുടെ ബുദ്ധിയെ വളരെയധികം അത് പ്രകാശിപ്പിക്കും. എൻ്റെ പഠന രീതിയിൽ എന്നെ സഹായിച്ചതും എൻ്റെ മാതാപിതാക്കൾ എനിക്ക് പകർന്നു തന്നതും ഒരു ടെക്നീക്കാണ് പഠിക്കുന്നതിന് മുന്നേ ബൈബിൾ വായിക്കുകയും പഠിക്കുന്നതിന് മുന്നേ ഒരു വാക്യം പഠിക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. അതെൻ്റെ ലേണിങ്ങിനെ, എൻ്റെ പഠന രീതിയെ വളരെയധികം സഹായിച്ച ഒരു ടിപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അധ്യയന വർഷം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാനും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനും പ്രാർത്ഥനയോടും വചനധ്യാനത്തോടും ഒക്കെ കൂടെ തന്നെ നിങ്ങളുടെ പഠന രീതി മുന്നോട്ട് കൊണ്ടുപോകാനും ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു അധ്യയന വർഷം വിഷ് ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസുമായി ഇനിയും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.